ഇസ്ലാമോഫോബിയയും മതവിമർശനവും ഇപ്പോൾ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഈ മതവിമർശനം നടത്തുമ്പോൾ അത് ഇസ്ലാം ഫോബിയ എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഈ മതവിമർശനത്തെ നമ്മൾ റദ്ദാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഇത് സ്ഥിരം കേൾക്കുന്ന ഒരു പരാതിയാണ്. അതായത് മുസ്ലിങ്ങളെ ഒന്നും പറയാതിരിക്കാനുള്ള മുസ്ലിങ്ങൾ കണ്ടുപിടിച്ച് തന്നെ ഒരു ടൂളാണ് ഇസ്ലാം ഫോബിയ എന്ന് പൊതുവെ പറയുന്നതിൻ്റെ ഒരു വകഭേദം കൂടിയാണ്. ഈ ഇപ്പോൾ മര്യാദയ്ക്കൊരു മതവിമർശനം നടത്താൻ ആരും സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് ഒരു യുക്തിവാദിയായ ഞാൻ പോലും ഇവിടുത്തെ കേരളത്തിൽ നടക്കുന്ന ഇസ്ലാം മത വിമർശനങ്ങളെ ആ രീതിയിൽ വിമർശിക്കുന്നു. അത് ഇസ്ലാം ഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം മതവിമർശനം നടത്താൻ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു പരാതി. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം ഫോബിയ എന്ന് പറയുന്നത് ഒരു വംശീയതയും മതവിമർശനം എന്ന് പറയുന്നത് അതൊരു വിമർശനാത്മക പ്രത്യയശാസ്ത്രം കൂടിയാണ് എന്നുള്ളത് ഇതിൻ്റെ വ്യത്യാസം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ആധുനിക ലോകബോധ പൗരൻ എന്ന് പറയുന്നത് കൃത്യമായി ഒരു വംശീയത വിരുദ്ധ നിലപാടുള്ള ഒരു വ്യക്തി കൂടി ആയിരിക്കണം എന്നുള്ളതാണ് ആധുനിക കാഴ്ചപ്പാട്. ആ നിലയ്ക്ക് ഒരാൾ ഇസ്ലാം ഫോബിയ വിരുദ്ധനായിരിക്കുക അല്ലെങ്കിൽ ഇസ്ലാം ഫോബിയ വിരുദ്ധ നിലപാടുണ്ടായിരിക്കുക എന്ന് പറയുന്നത് ആധുനികതയുടെ ഒരു നിലപാട് കൂടിയാണ്. അപ്പോൾ സ്വയം ഒരാൾ താനൊരു ആധുനിക ലോകബോധമുള്ള ഒരു യുക്തിവാദിയാണ് അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റാണ് അല്ലെങ്കിൽ ഒരു എത്തീസ്റ്റാണ് എന്ന് പറയുമ്പോൾ കൃത്യമായി ഒരു ഇസ്ലാം ഫോബിയ വിരുദ്ധ നിലപാട് അതിന് ഉണ്ടായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായി ഒരു മതവിമർശനം ഉന്നയിക്കുമ്പോൾ ആ ഏത് സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ഇത് അവതരിപ്പിക്കുന്നു എന്നത് പരമപ്രധാനമാണ്. ഈ മതവിമർശനം നടത്തുമ്പോൾ അത് സമൂഹത്തിൽ എന്ത് തരം റിസൾട്ടാണ് ഉണ്ടാക്കുന്നത് എന്നും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികം കേരളത്തിൽ ഇസ്ലാം മത വിമർശനത്തിന് രണ്ട് വ്യത്യസ്ത ധാരകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒന്ന് ക്ലോസ് ആയിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും. നവനാസ്തികരായാലും തൊട്ടിപ്പുറത്ത് ഇടതുപക്ഷ മാനവിക യുക്തിവാദികളായാലും അവർ നടത്തുന്നതിൽ കാതലായ വ്യത്യാസമൊന്നുമില്ല എന്ന് മാത്രമല്ല അത് കൃത്യമായ അതിനൊരു വംശീയമായ ഒരു തലം അതിനുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ മതവിമർശനം എന്ന് പറയുന്നത് ഇസ്ലാം ഫോബിയ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഒരു ഇടമേ അല്ല. എന്തുകൊണ്ടാണ് പക്ഷേ കേരളത്തിലെ മതവിമർശനം അല്ലെങ്കിൽ ഇസ്ലാം മതവിമർശനം ഇസ്ലാം ഫോബിക്ക് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, മതവിമർശനത്തിൻ്റെ പ്രശ്നം ഇവിടുത്തെ യുക്തിവാദികൾ ഭൂരിപക്ഷം പേരും മതത്തെ കാണുന്നത് കേവലമായി ദൈവശാസ്ത്രപരമായിട്ട് കൂടിയാണ്. നമുക്കറിയാം ലോകത്ത് ഏതൊരാശയവും സമൂഹത്തെ മുന്നോട്ടും നയിക്കും പിന്നോട്ടും നയിക്കും. അപ്പോൾ അത് മുന്നോട്ട് പോകണോ പിന്നോട്ട് ആയണോ എന്നുള്ളത് സമൂഹത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയുടെ പ്രതിഫലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇനി മതം ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുമോ എന്ന് നോക്കിയാൽ മതം മുന്നോട്ട് നയിക്കുന്ന ധാർമ്മികത എന്താണ്, അങ്ങനെ തുടങ്ങിയ പല തലങ്ങൾ അതിനകത്ത് ഉള്ളപ്പോൾ തന്നെ ഈ നമ്മൾ ഇസ്ലാം മത വിമർശനത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ കൂടി നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവർ ദൈവശാസ്ത്രപരമായി മാത്രം ഇതിനെ കാണുന്നു. അതിൻ്റെ മതം മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യ ശാസ്ത്ര തലത്തെ അവർ കയ്യിലെടുക്കുന്നില്ല. എന്ന് മാത്രമല്ല, പലപ്പോഴും ദൈവമുണ്ടോ ദൈവമില്ല എന്നതല്ല ഒരു മതവിശ്വാസിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടന. അത് മതവിശ്വാസിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ജീവിതത്തിൽ എന്തൊക്കെ ധാർമ്മികതകളും മൂല്യങ്ങളും വെക്കണം എന്നതിൻ്റെ കാഴ്ചപ്പാട് കൂടിയാണ് വരുന്നത്. അപ്പോൾ അതിനൊരു മതങ്ങൾക്ക് അത് കേവലമായ ഒരു ദൈവവിശ്വാസത്തിനപ്പുറം ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു ഘടന, അതായത് സാമൂഹ്യ ശാസ്ത്രപരമായ നിലപാടുണ്ട്. എന്നാൽ ഇത്തരം സാമൂഹ്യ ശാസ്ത്രപരമായ ഘടനയെ മാറ്റി വെച്ചുകൊണ്ട് കേവലം ദൈവശാസ്ത്രപരമായി, അതായത് ഗ്രന്ഥം എടുത്തു വെച്ചിട്ട് ഈ ഗ്രന്ഥം പരിശോധിക്കുകയും അതിലെ ദൈവപരമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം നോക്കി വിമർശിക്കുക എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ കേരളീയ സമൂഹം വംശീയതയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന, വംശീയതയിൽ ഉപ്പിലിട്ട് വരുന്ന സമൂഹമാകുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാം മതത്തിൻ്റെ ദൈവശാസ്ത്രപരമായ വിമർശനം അല്ലെങ്കിൽ ദൈവശാസ്ത്ര മാത്രപരമായ ഒരു വിമർശനം എന്ന് പറയുന്നത് കൃത്യമായി വംശീയതയ്ക്ക് ആക്കം കൂട്ടുന്നവ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മുസ്ലിം വിമർശനം നടത്തിയിട്ട് ഇപ്പം നമ്മൾ ഇനി അതുപോലെ തന്നെ ഇവിടെ പല മതങ്ങളും നേർപ്പിച്ചു എന്ന് തന്നെ നമ്മൾ പരസ്പരം അവകാശപ്പെടാറുണ്ട്. അതായത് പല മതങ്ങളും മതവിശ്വാസികൾ അവരുടെ മതം ഭയങ്കര ഗംഭീര മതമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അതിന് ആധുനിക ലോകവുമായി ചേർന്ന് അല്ലെങ്കിൽ ആധുനിക മൂല്യങ്ങളുമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നടത്താറുണ്ട്. അത് പലപ്പോഴും പലരും നടത്തുമ്പോൾ നിശബ്ദത പാലിക്കുന്നവർ ഇതേ സാധനം ഇസ്ലാം നടത്തുമ്പോൾ അവരത് അങ്ങനെയല്ല, ഒറിജിനൽ ഇതല്ല എന്ന് പറഞ്ഞ് ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് ബുക്കിൻ്റെ ചില ആയത്തുകളും നമ്പറുകളും വെച്ച് ഒറിജിനൽ ഇത് ഇങ്ങനെയാണ് എന്ന് വാദിക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ വിശ്വസിക്കരുത് എന്ന് പറയും. മുസ്ലിങ്ങൾ പ്രണയിക്കുന്നത് അവർക്ക് ഇവിടെ ഒരു മുസ്ലിം ജനസംഖ്യ കൂട്ടി ഒരു ഇസ്ലാമികമായ ഒരു നിയമവ്യവസ്ഥയുള്ള രാജ്യം ഉണ്ടാക്കാനുള്ള അവരുടെ ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് പറയുക തുടങ്ങിയ വംശീയത നിറഞ്ഞ പ്രസ്താവനകൾ നടത്തുന്നതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ യുക്തിവാദികളോടും നവനാസ്തികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മതവിമർശനം നടത്തുക എന്ന് പറയുന്നത് ഒരു യുക്തിവാദ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം മതവിമർശനം എന്നത് യുക്തിവാദ പ്രവർത്തനത്തിലെ ഒരു മുന്നുപാധിയാണ്. പക്ഷേ ആ മതവിമർശനം നടത്തുന്നത് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, എന്ത് തരം സംഭവം ഉണ്ടാക്കാൻ വേണ്ടി എന്നുള്ളത് പരമപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഈ വംശീയതയുടെയും വെറുപ്പിൻ്റെയും യന്ത്രം എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്ത് വയ്ക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്വയം ആധുനിക ലോകബോധമുള്ള പൗരൻ ആണ് എന്ന് സ്വയം അവകാശപ്പെടുന്നതുകൊണ്ട് കൂടിയാണ് ഈ യന്ത്രം ഓഫ് ചെയ്ത് വയ്ക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നത്.